നമസ്കാരം. ഇന്ന് കൊഞ്ച് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നാടൻ സ്റ്റൈലിൽ പണ്ടമ്മയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനുള്ള ചേരുവകളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല ടേസ്റ്റുള്ള റോസ്റ്റാണ്. അതിനായിട്ട് 3 ഉള്ളി എടുക്കുക, 3 സവാള ഉള്ളി, 2 പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളി അല്ലി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ പൊളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ചെമ്മീൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു തീറ്റ ഉള്ള ഒരു സാധനമുണ്ട്, തീറ്റ അഴുക്ക്. അത് നമ്മൾ എടുത്ത് കളയണമെങ്കിൽ അത് വയറ്റിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഇതിനകത്ത് മണ്ണും പൊടിയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ ശരിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ മുതുക് ഭാഗത്ത് നിർത്തിക്കൊണ്ടൊന്നിങ്ങനെ പൊളിച്ചെടുത്ത് കളയാൻ പറ്റുന്നതാണ്. അതൊന്നെടുത്ത് കളഞ്ഞേക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. കണ്ടോ? എല്ലാം ഒന്നേപോലെ വൃത്തിയാക്കി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്തുവാണെന്ന് നോക്കാം. ഒരു 250ഓളം വരുന്ന കൊഞ്ചാണ് നമുക്ക് വൃത്തിയാക്കി കിട്ടിയത്. അത് ഒരു ബൗളിലേക്ക് നമ്മൾ തട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുക. അതിനകത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായ 1/2 സ്പൂണോളം വരുന്ന ഉപ്പുപൊടി. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഫിഷ് മസാല 1 സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്താകുമ്പോൾ മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അത് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഫിഷ് മസാല, അതും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളകിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 സ്പൂൺ അളവ് വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ കുഴച്ച് വൃത്തിയാക്കി ഒരു അരമണിക്കൂറോളം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. ഇനി അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുരുമുളക് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് ഒന്നുകൂടെ അനക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4-5 സ്പൂൺ എണ്ണയോളം കണക്കാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു 4 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ മതിയാവും. അതൊഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനിടത്തില്ലേ, അതുപോലെ ഫ്രൈ ചെയ്യാനിടുക. എന്നിട്ട് നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളിയും സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ അങ്ങനെ തന്നെ മൂടി വെച്ച് ഒന്ന് വേവാൻ അനുവദിച്ചാൽ മതി. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് അനക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം കുക്കാവാൻ വയ്ക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല അതിൻ്റെത്. അപ്പോൾ അതേ ഒരു പരുവത്തിന് വെന്ത് വന്നിട്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 മുറി തേങ്ങ അരച്ച് പേസ്റ്റ് പോലാക്കി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നേപോലെ ആകുന്ന ആവശ്യമായ ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചിട്ടും അതുപോലെ ചിക്കിയും യോജിപ്പിക്കുക. അതിൻ്റെ വെള്ളം വറ്റി നല്ല ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണെന്നറിയാം, വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. പാചകം അറിയാത്തവർക്കും കൊഞ്ചൊക്കെ കിട്ടിയാൽ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും ഒക്കെ തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുകയും വേണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റോസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.